വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 35 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബ് 37 അധ്യായം 5 വാക്യം. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. യൗവനക്കാരനായ എലീഹൂവിൻ്റെ സംഭാഷണങ്ങൾ തന്നെയാണ് ഇന്നത്തെ വായനഭാഗത്തും നാം കാണുന്നത്. ഇവിടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ നീതിയെയും മഹത്വത്തെയും കുറിച്ചാണ് എലീഹു വർണ്ണിക്കുന്നത്. ഈ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ മനുഷ്യർ പരിമിതരാണെന്നും എലീഹു വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവം നീതിമാനും സർവശക്തനുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഈ വലിയ ഉറപ്പ് എലീഹുവിൽ എങ്ങനെ സാധ്യമായി എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് സൃഷ്ടിയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വത്തിൽ നിന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായത്തിൽ എലീഹു ദൈവമഹത്വത്തെയും ശക്തിയെയും പ്രകൃതിയിലൂടെ വിവരിക്കുന്നു. ഇടിമുഴക്കം, മിന്നൽ, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയവയെല്ലാം ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെ തെളിവുകളായി എലീഹു ചിന്തിക്കുന്നു. അങ്ങനെ ദൈവിക സൃഷ്ടികൾ തന്നെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് പ്രകൃതി എന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല, പിന്നെയോ ദൈവിക ശക്തിയും മഹത്വവും ജ്ഞാനവും വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ്. അതിനാൽ ഇടിമുഴക്കം എന്നത് ദൈവത്തിൻ്റെ നാദം അഥവാ ദൈവിക ശബ്ദമാണ്. മഴയിലൂടെ, മഞ്ഞിലൂടെ ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഇവ ദൈവിക അനുഗ്രഹത്തിൻ്റെ അടയാളവും കൂടെയാണ്. മാത്രവുമല്ല, ഇവയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുടെ നിയന്ത്രണം ദൈവകരങ്ങളിലാണ് എന്നതാണ്. ദൈവം തൻ്റെ സൃഷ്ടിയായ പ്രകൃതിയെ പരിപാലിക്കുന്നത് പോലെ തൻ്റെ ജനങ്ങളെയും കരുതുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിലും ദൈവമഹത്വത്തിലും എലീഹു പരിപൂർണ ഉറപ്പ് ഉള്ളവനായിരുന്നു. രണ്ടാമതായിട്ട് നിശബ്ദതയിൽ വെളിപ്പെടുത്തുന്ന ദൈവമഹത്വത്തിൽ നിന്ന്. എലീഹുവിൻ്റെ പ്രസംഗത്തിനു ശേഷം ഒരു പ്രത്യേക നിമിഷം അവിടെ സംജാതമാകുന്നു. അത് നിശബ്ദതയായിരുന്നു. ദൈവത്തിൻ്റെ വരവിന് മുമ്പുള്ള നിശബ്ദത. ഈ നിശബ്ദത ഒരു ശൂന്യതയല്ല, പിന്നെയോ അത് ദൈവമഹത്വത്തിൻ്റെ ആഗമനത്തിനായുള്ള ഒരുക്കമാണ്. ചില നിശബ്ദതകൾ വിശ്വാസത്തിൻ്റെ പരീക്ഷണം കൂടെയാണ്. ഈ നിശബ്ദത നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, നാം സംസാരിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നിശബ്ദമായിരുന്ന മറ്റുള്ളവരെ കേൾക്കുക. രണ്ട്, ദൈവസന്നിധിയിൽ മനുഷ്യൻ നിശബ്ദമായിരുന്ന വിനയപ്പെടുക. മൂന്ന്, നമ്മുടെ പ്രതിസന്ധികൾക്ക് മധ്യത്തിൽ പെട്ടെന്നുള്ള വിടുതൽ ലഭിക്കാതിരിക്കുമ്പോൾ നിശബ്ദരായിരിക്കുവാനായിട്ട് ശീലിക്കുക. കാരണം നിശബ്ദത ഒരിക്കലും അവസാനമല്ല, പിന്നെയോ ദൈവിക വെളിപാടിൻ്റെ ആരംഭമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറുമ്പോൾ നിശബ്ദമായിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഭവനത്തിൽ, എൻ്റെ ആലയത്തിൽ നിശബ്ദമായിരുന്ന ദൈവമുഖം ദർശിപ്പാനും അവിടുന്ന് അരുളി ചെയ്യുന്നവ മനസ്സിലാക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എലീഹുവിനെ പോലെ ദൈവമഹത്വം മനസ്സിലാക്കി ജീവിപ്പാനും പ്രതികരിക്കേണ്ടാത്ത ഇടങ്ങളിൽ മൗനമായിരിക്കാനും ഉള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സൃഷ്ടിയിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം കാണുവാനും അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുവാനും നിശബ്ദമായിരുന്നു കൊണ്ട് അവിടുത്തെ മഹത്വം ദർശിപ്പാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.